ഏതു KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ആരാണ് ഇനി വരാൻ പോകുന്നത് എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല പേരുകളും വരുന്നുണ്ട്. പക്ഷെ അതിൽ കുറച്ചുകൂടി സ്വീകാര്യത എനിക്ക് തോന്നുന്നു ഷാഫി പറമ്പിലിനാണ് എന്ന് തോന്നുന്നു. അതായത് ഇപ്പോൾ നമ്മുടെ ഭരണം UDFന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് മാത്രമല്ല, ജനങ്ങളെ എങ്ങനെ നന്നായിട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടതൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അതിനേക്കാളും ഉപരിയായിട്ട് പാർട്ടിക്കിടയിലുള്ള അസ്വാരസ്യങ്ങളെ പരിഹരിച്ചു കൊണ്ടുപോകാൻ കെൽപ്പുള്ള ഒരു നേതാവിനെയാണ് ഇനി UDFന്റെ തലപ്പത്തേക്ക് വേണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ കുറച്ചുകൂടി സ്വീകാര്യത കുറച്ച് കൂടുതലുള്ള മനുഷ്യനാണ്. ജനങ്ങൾക്കിടയിലായാലും പാർട്ടി പ്രവർത്തകർക്കിടയിലായാലും ഒക്കെ ഷാഫിയോട് ഒരു മമതയുള്ള ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിലിനെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ എങ്ങനെയായിരിക്കും പിന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് എങ്ങനെ ലീഡ് ചെയ്യാൻ പറ്റും? മറ്റു പേരുകളെ ആരൊക്കെയാണ് കേൾക്കുന്നത്? ഇപ്പോൾ KPCC അധ്യക്ഷൻ എന്ന് പറയുന്ന ഒരു പദവി അത് അടിയന്തരമായി പുനഃസംഘടിപ്പിക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ കോൺഗ്രസിൻ്റെ ടാർഗറ്റുകളൊക്കെ അവർ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഭരണം ലഭിച്ചു. VD സതീശൻ അല്പം തർക്കങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ആശയക്കുഴപ്പങ്ങളുണ്ടായെങ്കിലും VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയായി, ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി. കോൺഗ്രസിൽ പ്രത്യക്ഷത്തിൽ തമ്മിലടികളൊന്നും നമ്മൾ കാണുന്നില്ല. ഭരണം സുഗമമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ സംഘടനാ തലത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടുണ്ട്. അത് പുനഃസംഘടന, DCC പുനഃസംഘടനകൾ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ പുനഃസംഘടന മുതൽ സംഘടനാ തലത്തിൽ നടത്തേണ്ട വലിയ അഴിച്ചുപണികൾ മുതൽ സംഘടന കരുത്താർജിക്കേണ്ട സാഹചര്യങ്ങളടക്കം നിരവധി വിഷയങ്ങൾ മുന്നിലുണ്ട്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള ഐക്യത്തോടു കൂടിയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. UDF സംഘടനാ സംവിധാനം മുഴുവനും ഒറ്റക്കെട്ടായാണ് നേരിട്ടത്. അപ്പോൾ ആ സമയത്ത് ഇന്ന ആൾ മുഖ്യമന്ത്രിയാകണമെന്നോ ഇന്ന ആൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്നോ ഒന്നും കോൺഗ്രസ് പറയാത്ത അതുകൊണ്ടാണ്. കാരണം ഐക്യത്തിനായിരുന്നു വില കൊടുത്തിരുന്നത്. പക്ഷേ ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ UDFനെ സംബന്ധിച്ച് എപ്പോഴും ഐക്യം അവർക്കൊരു ഒരു പ്രശ്നമാണ്. കാരണം പലപ്പോഴും വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങൾ, അതായത് പാർട്ടിക്ക് അതീതമായിട്ട് ഞാനാണ് വലിയവൻ, ഞാനാണ് വലിയ ആൾ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള പല പരാമർശങ്ങളും പലരും നടത്താറുണ്ട്. സ്വാഭാവികമായിട്ടും സംഘടനയെ കെട്ടുറപ്പിനെ അത് ബാധിക്കാറുണ്ട്. ഭരണത്തെ ബാധിക്കില്ല, പക്ഷെ സംഘടനയുടെ കെട്ടുറപ്പിനെ അത് ബാധിക്കും. കാരണം നിലവിൽ കേരളത്തിലെ BJP ഒരു വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയാതെ തന്നെ വളരെ സൈലൻ്റ് ആയിട്ട് എന്നാൽ പലപ്പോഴും പ്രകടമായിട്ട് BJP ഒരു മുന്നേറ്റം നടത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും BJPയുടെ പ്രൈമറി ടാർഗറ്റ് എന്ന് പറയുന്നത് ഹൈന്ദവ വോട്ട് ബാങ്കാണ്. അത് ഏറ്റവും അധികം ബാധിക്കുന്നത് CPMനെയാണ്. CPMനെ തകർക്കാനാണ് BJP ശ്രമിക്കുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ കോൺഗ്രസ് ശക്തമായിട്ട് ഇതിനെ പ്രതിരോധിച്ചില്ലെങ്കിൽ ഇത് കോൺഗ്രസിനും വലിയ തിരിച്ചടിയിലേക്ക് തന്നെ പോകും. കാരണം മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനെ വെട്ടിവീഴ്ത്തിയിട്ടാണ് BJP അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് എന്ന സംഘടന വളരെ ജാഗ്രത പുലർത്തേണ്ട സമയമാണിത്. അപ്പോൾ ഈ സമയത്ത് കോൺഗ്രസിന് അധ്യക്ഷനുണ്ട്, അഡ്വക്കേറ്റ് സണ്ണി ജോസഫാണ്. പക്ഷേ അദ്ദേഹം മന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു KPCC അധ്യക്ഷൻ എന്ന പദവി കൈകാര്യം ചെയ്യാനുള്ള സമയം ഉണ്ടാകില്ല. തീർച്ചയായിട്ടും അദ്ദേഹം തിരക്കുകളിലാണ്, നല്ല തിരക്കുകളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വകുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സംഘടനാ കാര്യങ്ങളിൽ 100% ആത്മാർപ്പണം നടത്താൻ കഴിയില്ല. അപ്പോൾ ചോദിക്കും, ഷാഫി പറമ്പിൽ MP അല്ലേ, അദ്ദേഹത്തിന് എങ്ങനെ സംഘടനാ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു? പക്ഷേ എനിക്ക് തോന്നുന്നൊരു മന്ത്രി എന്നുള്ളതിൻ്റെ അത്രയും തിരക്കുകളില്ല ഒരു MP എന്ന നിലയിൽ KPCC അധ്യക്ഷ സ്ഥാനം കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേരുകൾ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഷാഫി പറമ്പിലുണ്ട്. K. സുധാകരൻ തന്നെ വീണ്ടും വരണമെന്ന് ആവശ്യപ്പെടുന്നവരുണ്ട്. ബെന്നി ബെഹനാന്റെ പേര് കാര്യമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ കൊടിക്കുന്നിൽ സുരേഷ് എന്നെ ആക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞാനാകണം, എനിക്കതിനുള്ള എല്ലാ ശേഷിയുണ്ട്. ഞാൻ പറയുന്നത് ആരൊക്കെയായാലും രാജ്മോഹൻ ഉണ്ണിത്താൻ പരിസരത്തേക്ക് അടുപ്പിക്കരുത് എന്നുള്ളതാണ് എൻ്റെ പ്രാഥമികമായിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു പാർട്ടിക്ക് അതീതനായി എപ്പോഴും സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് പാർട്ടിക്ക് അതെങ്ങനെ ദോഷകരമായി ബാധിക്കും, പാർട്ടിയെ അതെങ്ങനെ തകർക്കുമെന്നൊന്നും ചിന്തിക്കാതെ സ്വന്തം അഭിപ്രായങ്ങൾ വിളിച്ചുകൂവി പാർട്ടിയെ പല ഘട്ടങ്ങളിലും വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിട്ടുള്ളതാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലടക്കം പാർട്ടി അതിനെ വളരെ ഗൗരവമായിട്ട് എന്നാൽ തന്ത്രപരമായി ആ വിഷയം കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വെളിപാടുകൾ ഉയർത്തിവിട്ട് സ്വന്തം ചരിത്രം പോലും മറന്ന് സദാചാര പ്രസംഗം നടത്തി പാർട്ടിയെ കുരുക്കിലാക്കാൻ ശ്രമിച്ച ആളാണ് ഈ ഉണ്ണിത്താൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ണിത്താനെ ഒന്നും പിടിച്ചാക്കാതെ ഷാഫി പറമ്പിലിനെ തന്നെ അത് ഏൽപ്പിക്കണമെന്നാണ് സാധാരണക്കാരായ പ്രവർത്തകരുടെയും നേതാക്കളുടെയും അണികളുടെയും ഒക്കെ ആവശ്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ആഗ്രഹം അതാണ്. കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ UDFനുണ്ടായി വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആ പങ്ക് ചെറുതല്ല. കാരണം കേരളത്തിൽ ഉടനീളം
കേരളത്തിൽ മലബാർ മേഖലയിൽ ശരിക്കും പറഞ്ഞാൽ ഷാഫി പറമ്പിൽ വടകരയിൽ MP ആയതോടെയാണ് CPM-ന്റെ കഷ്ടകാലം മലബാറിൽ തുടങ്ങുന്നത്. കാരണം പിന്നെ ഒരു ഷാഫി ബെൽറ്റ് അവിടെ ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ പാലക്കാട് മണ്ഡലം നോക്കുക, ഷാഫിയുടെ കൈകളിൽ സുരക്ഷിതമായ പാലക്കാട് മണ്ഡലമായിരുന്നു. അത് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നപ്പോഴും രമേശ് പിഷാരടി വന്നപ്പോഴും ഒക്കെ അത് കോൺഗ്രസിന്റെ ഉറച്ച കൂട്ടം. അതാണ് ഈ ഷാഫിയുടെ ഗുണം. ഷാഫി ഒരു സ്ഥലം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മേഖല മുഴുവൻ കോൺഗ്രസിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കൊണ്ടുവരാനുള്ള ഒരു അസാധ്യമായ നേതൃപാഠവുമുള്ള ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ. ഇപ്പോൾ വടകര നോക്കുക, വടകരയിൽ ഷാഫി പറമ്പിലിനെ കോൺഗ്രസ് പരീക്ഷിക്കുന്നു. അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ച് MP ആകുന്നു. ആ പരീക്ഷണം തെറ്റിയില്ല എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് പിന്നെ ഉണ്ടായത്. കോഴിക്കോട് ജില്ലയിൽ തന്നെ കോൺഗ്രസിന്റെ വലിയൊരു മുന്നേറ്റം ഉണ്ടാകുന്നു. മലബാറിൽ കോൺഗ്രസിന് വലിയ നേട്ടം, അതായത് CPM-ന്റെ കോട്ട കൊത്തളങ്ങൾ അടിച്ച് തകർത്തുകൊണ്ട് ഒരു വൻ മുന്നേറ്റം മലബാറിലെ കോൺഗ്രസിന് ഉണ്ടാകുന്നു. ഞാൻ പറയുന്നത് എല്ലായിടത്തും ഷാഫി പറമ്പിൽ നേരിട്ട് പോയി അവതരിച്ച ആളെ കൂട്ടുന്നു എന്നല്ല, പക്ഷെ ഷാഫി ഒരു ട്രെൻഡ് ഉണ്ടാക്കുന്നുണ്ട്, പ്രത്യേകിച്ചും യുവാക്കൾക്കിടയിൽ. എങ്ങനെയായിരിക്കണം ഈ ആധുനിക കാലഘട്ടത്തിലെ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നീക്കങ്ങൾ, എങ്ങനെയാണ് എതിരാളികളെ പ്രതിരോധിക്കേണ്ടത്, കോൺഗ്രസിന് നേരെ വരുന്ന രാഷ്ട്രീയ വെല്ലുവിളികളെ എങ്ങനെയാണ് ചെറുക്കേണ്ടത്, ഇതൊക്കെ ഷാഫി പറമ്പിൽ വളരെ കൃത്യമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മൾ ചില സമയത്ത് CPM-നെ നേരിടാൻ അല്ലെങ്കിൽ BJP-യെ നേരിടാൻ അതേ നാണയത്തിൽ തന്നെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. അതൊക്കെ ഷാഫി പറമ്പിലിനെ കണ്ടുപഠിക്കണം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമുണ്ടായ സമയത്ത് ഏറ്റവും അധികം വേട്ടയാടപ്പെട്ട ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സുഹൃത്താണ് എന്നതുകൊണ്ട് മാത്രം ആ പീഡനങ്ങൾ മുഴുവൻ നടത്തിയത് ഷാഫിയുടെ ഒത്താശയോടെയാണെന്ന് പറഞ്ഞ് ഷാഫിയെ വഴി തടയാൻ വേണ്ടി DYFI വലിയ പ്ലക്കാർഡുകളുമായിട്ട് ഷാഫി പോകുന്നിടത്തൊക്കെ തടയാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. ഇതേപോലെ വടകരയിൽ വെച്ച് ഷാഫിയുടെ വാഹനം തടഞ്ഞു. DYFIക്കാർ വലിയ മുദ്രാവാക്യം മുഴക്കി. ഷാഫി നേരെ മുണ്ടും മടക്കി കുത്ത് റോഡിലേക്ക് ഇറങ്ങിയിട്ട് വെച്ചു, നിനക്ക് വേണ്ടേ? ഒറ്റ ചോദ്യത്തിൽ DYFIയുടെ പ്രതിഷേധം തീർന്നു, അവരുടെ സമരം തീർന്നു, ഷാഫിക്കെതിരെയുള്ള പറച്ചിൽ നിന്നു. അതായത് എതിരാളികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ ശക്തമായ രീതിയിൽ അടിക്കടി അത് ജനപിന്തുണയോടുകൂടി എങ്ങനെ എതിരാളികളെ നിലയ്ക്ക് നിർത്തണമെന്ന് തെളിയിച്ച ആളാണ് ഷാഫി. അതുകൊണ്ട് തന്നെ ആ നിലയിൽ ഷാഫി പറമ്പിലിന് ഒരു വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കും, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ. ഇപ്പോൾ ഷാഫിയെ പലരും ഇപ്പോൾ CPM-കാരൊക്കെ ഷാഫിയെ കളിയാക്കുന്ന റീൽസ് ഇട്ട ആളാകുന്ന ആളാണ്. പക്ഷേ ഈ ആധുനിക കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ റീൽസും ഇൻസ്റ്റഗ്രാമും സോഷ്യൽ മീഡിയ അനിവാര്യമാണ്, ഒരു വലിയ ഘടകമാണത്. ഇപ്പോൾ CPM-ന്റെ MV നികേഷ് കുമാർ പോലും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ആശ്രയിച്ച സോഷ്യൽ മീഡിയയാണ്. അവരുടെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണെന്നാണ് പറയുന്നത്. അദ്ദേഹം പോലും സോഷ്യൽ മീഡിയയെ വളരെയധികം ആശ്രയിച്ചാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. പക്ഷേ വിജയം കണ്ടില്ല. എങ്കിൽ പോലും എല്ലാവരും സോഷ്യൽ മീഡിയയുടെ ആവശ്യകത മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് ഒരു ആ മേഖലയിൽ ഒരു അഗ്രഗണ്യനാണ്. ഇനി അത് മാത്രമല്ല, നോക്കുക, ഷാഫി പറമ്പിലിനെ സംബന്ധിച്ച് എല്ലാവരെയും കൂടെ ചേർത്ത് നിർത്താനുള്ള ഒരു കഴിവുണ്ട്. ഇപ്പം നമ്മൾ വടകരയിൽ അല്ലെങ്കിൽ പേരാമ്പ്രയിൽ അങ്ങനെ എവിടെയാണെങ്കിലും ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാവിലെ ഷാഫി പറമ്പിൽ കാസർഗോഡോ കണ്ണൂരോ കോഴിക്കോടോ ആയിരിക്കും, വൈകുന്നേരം ആകുമ്പോൾ കൊടുങ്ങല്ലൂർ ഉണ്ടാവും. ഇതിനിടയിൽ ഒരു 5 മണ്ഡലങ്ങളിൽ ഷാഫി പര്യടനം നടത്തിയിട്ടുണ്ടാവും. ഷാഫി പര്യടനം നടത്തുന്നതിലൊക്കെ വലിയ ജനസാഗരമാണ്. മറ്റൊരു കോൺഗ്രസ് നേതാവിനും അങ്ങനെ ഒരു ക്രൗഡ് പുള്ളർ എന്നുള്ള വിശേഷണം ഇപ്പോൾ അവകാശപ്പെടാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഓരോ നേതാക്കളും അവരവരുടെ മണ്ഡലങ്ങളിൽ അവരവരുടെ പ്രവർത്തന മേഖലകളിൽ മികവുറ്റവരായിരിക്കും. പ്രവർത്തന മേഖല എന്ന് പറഞ്ഞാൽ അതാത് ജില്ലകളിലോ അതാത് മണ്ഡലങ്ങളിലോ ആയിരിക്കും. പക്ഷെ ഷാഫി പറമ്പിൽ പാൻ കേരള ലെവലിൽ ഈ ഇവിടം മുതൽ അവിടം വരെ ഷാഫിക്ക് വലിയ ജനസാഗരത്തെ കൂട്ടുനിർത്താൻ കഴിയുന്നുണ്ട്. അത് നമ്മൾ ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മതി. നമ്മൾ ഈ ഇപ്പോൾ MLA-മാരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ സോഷ്യൽ മീഡിയ പേജുകൾ നോക്കിയാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലയളവിലുള്ള അവരുടെ വീഡിയോയിലൊക്കെ ഷാഫി പറമ്പിൽ ഒരു തവണയെങ്കിലും ആ മണ്ഡലത്തിൽ വന്നിട്ടുണ്ടാവും. ഈ വരുന്ന സമയത്തുള്ള ക്രൗഡും ഇവർ ഒറ്റയ്ക്ക് പ്രചാരണം നടത്തുമ്പോഴുള്ള ക്രൗഡും മറ്റ് നേതാക്കൾ വരുമ്പോഴുള്ള ജനങ്ങളുടെ ഒരു കൂട്ടവും ഒന്ന് കമ്പയർ ചെയ്താൽ മതി. ഷാഫി വരുമ്പോഴുള്ള ജനക്കൂട്ടം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതായത് ഒരു സിനിമാ താരത്തെ കാണുന്ന ആവേശത്തോടു കൂടി അല്ലെങ്കിൽ ഒരു എന്താ പറയുക അത്രയും ജനപിന്തുണയുള്ള ഒരു വ്യക്തിത്വമാണ് ഷാഫി. അത് കുട്ടികൾ, സ്ത്രീകൾ, എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും. ഷാഫി വർഗീയവാദിയാണെന്നൊക്കെ പ്രചാരണം നടത്തുന്നവരുണ്ട്. ഷാഫിയുടെ പേര് വെച്ച് ഷാഫി സുഡാപ്പിയാണ്, SDP ആണെന്ന് പറയുന്ന ആളുകളുണ്ട്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഷാഫി ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത് കൽപ്പാത്തിയിലെ ജനസമൂഹമാണ്, ഹൈന്ദവ ജനസമൂഹമാണ്. ഷാഫിക്ക് വേണ്ടി മുന്നിൽ നിൽക്കുന്നതും ഷാഫി ഏറ്റവും അധികം ഷാഫിയെ സ്നേഹിക്കുകയും പിന്തുണയ്ക്കുകയും ഷാഫിക്ക് വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവരാണ്. പാലക്കാടുള്ള കൽപ്പാത്തി എന്ന് പറയുന്ന ബ്രാഹ്മണ സമൂഹം ഏറ്റവും കൂടുതലുള്ള പ്രദേശത്തു നിന്നാണ് ഷാഫിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുക എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായിട്ട് നിലപാടുകൾ കൊണ്ട്, ഇടപെടൽ കൊണ്ട്, സ്നേഹം കൊണ്ട്
ആളുകളെ ചേർത്ത് നിർത്തുന്നതിലൂടെ വിഷയങ്ങളിൽ ഇടപെടുന്നതിലൂടെയൊക്കെ ഷാഫി പറമ്പിൽ ഒരു വലിയ ക്രൗഡ് പുള്ളറായി മാറിയിട്ടുണ്ട്. അപ്പം ശരിക്കും അങ്ങനെ ജനങ്ങളെ കൂടെ നിർത്താൻ കഴിയുന്ന ഒരു നേതാവ് KPCC അധ്യക്ഷനായി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം കോൺഗ്രസ് ഉണ്ടാവും. കാരണം ഇനി കോൺഗ്രസ്സിന് വേണ്ടത് ഈ കാലഹരണപ്പെട്ട നേതാക്കളല്ല, അല്ലെങ്കിൽ സ്വന്തം മുഖം, സ്വന്തം കാര്യം, സ്വന്തം ഫുൾ ഫിഗർ, ആ പരിപാടി അവസാനിക്കണം. ഇപ്പം ഈ കോൺഗ്രസ് ഇപ്പോൾ ഇത് പറഞ്ഞൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഈ കാലഹരണപ്പെട്ട നേതാക്കൾ എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മളൊരാളുടെ പ്രായത്തിന് വില കുറച്ച് കാണുന്നതല്ല. പക്ഷേ ഈ KPCC അധ്യക്ഷൻ എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് വരുന്ന ഒരാൾക്ക് കുറച്ചുകൂടി ആക്റ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഓടി നടന്ന കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തനായിട്ടുള്ള ഒരാളായിരിക്കണം എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം ഇത്രയും സംഘടനകളെ ഒരുമിച്ച് നിർത്താൻ പറ്റണം, ഈ പറഞ്ഞ പോലെ ഈ അറ്റം മുതൽ ആ അറ്റം വരെ സഞ്ചരിക്കാൻ കഴിവുള്ള ആളായിരിക്കണം, ഉറക്കവും ഊണും ഒക്കെ മറന്ന് ഓടാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അപ്പോൾ ഇതിനൊക്കെ കൂടി നോക്കുമ്പോഴാണ് ഈ പറയുന്ന പ്രായത്തെ മാറ്റി കുറച്ച് ചെറുപ്പക്കാരനാണ് ആ സ്ഥാനത്തേക്ക് വരുന്നത് എങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് പറയുന്നത് അല്ലേ? അത് പ്രായത്തിൻ്റെ മാത്രമല്ല വിജയ്. നമ്മളിപ്പോൾ കാലഹരണപ്പെട്ട നേതാവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും പ്രായം മാത്രമല്ല. ഞാൻ അതിന് കൂടെ പറഞ്ഞ ചില വാക്കുകളുണ്ട്. അതായത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അവനവനിസം എന്ന് പറയുന്നൊരു, ഇപ്പോൾ CPM എന്ന് പറയുന്ന ഒരു കേഡർ പാർട്ടിയാണ്, സംഘപരിവാർ എന്ന് പറയുന്നത് കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ്. ഇവിടെ പാർട്ടി തീരുമാനിക്കും, അവിടെ ജനാധിപത്യമില്ല, അണികൾ അനുസരിക്കും, മേലെ നിന്ന് താഴേക്കാണ്. പക്ഷെ ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചൊരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. അവരവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അതിനെ ദുരുപയോഗം ചെയ്ത് എൻ്റെ തല, എൻ്റെ ഫുൾ ഫിഗർ, എൻ്റെ മകൻ, എൻ്റെ മകൾ, എൻ്റെ കുടുംബം, ആ രീതിയിലേക്ക് സംഘടനയെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്ന പല നേതാക്കളും വിരാജിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ കേരളത്തിൽ. നീർക്കോലിക്ക് പോലും വിഷം വെക്കുന്ന അവസ്ഥ. അതായത് ഭരണം 10 വർഷത്തിന് ശേഷം ഭരണം കിട്ടി, ഇനി നമ്മളാണ് എന്ന നിലയിൽ അഹങ്കരിച്ച് നടക്കുന്ന കുറേ നേതാക്കളുണ്ട്. ഇവരെ ആ ഭാഗത്തേക്ക് അടുപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഈ 5 വർഷത്തെ ഭരണം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ കേരളത്തിലെ നിലനിൽപ്പിനെ, എടുത്തു പറയുന്നു, കേരളത്തിലെ കോൺഗ്രസിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരശിലയാണ് ഈ 5 വർഷം. ഈ 5 വർഷം സംഘടനാപരമായും ഭരണപരമായും കോൺഗ്രസിന് ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ കോൺഗ്രസിന് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയൂ. കാരണം CPM അവിടെ തകർച്ചയുടെ പാതയിലാണ്. CPM ഇനി ഗംഭീരമായി തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. CPM-ൽ നിന്ന് ഹൈന്ദവ വോട്ട് ബാങ്ക് ഓൾറെഡി ചോർന്നു തുടങ്ങിയിട്ടുണ്ട്, കാര്യമായി തന്നെ നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് BJPക്ക് ഇവിടെ വലിയ വിസിബിലിറ്റി ഉണ്ടാവുന്നത്. ന്യൂനപക്ഷങ്ങൾ അടിയുറച്ച് കോൺഗ്രസിനൊപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെ വോട്ട് ബാങ്കിന്റെ കാര്യത്തിൽ വളരെ പെട്ടെന്നൊരു മാറ്റമൊന്നും കോൺഗ്രസ് പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് സംഘടനാ തലത്തിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായാൽ, ചില നേതാക്കൾ മറുകണ്ഠം ചാടിയാൽ കോൺഗ്രസിൽ വളരെ പെട്ടെന്നൊരു ശിഥിലീകരണം ഉണ്ടാകും. CPM-നെ സംബന്ധിച്ച് നാളെ രാവിലെ ഒരാൾ നേരെ RSS-ലേക്ക് കയറി ചെന്നിട്ട് ഞാൻ BJP ആണെന്ന് പറയാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ കോൺഗ്രസിന്റെ തന്ത്രപ്രധാനമായ പദവികളിൽ ഇരുന്ന പലരും പിറ്റേ ദിവസം BJP-യിലെ നേതാക്കളായി മാറിയിട്ടുണ്ട്. അതോടുകൂടി അവിടങ്ങളിലൊക്കെ കോൺഗ്രസ് താഴെ പോയിട്ടുണ്ട്, തകർന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സാഹചര്യം മുന്നിലുള്ളത് കൊണ്ട് കോൺഗ്രസ് അടിത്തറ ശക്തിപ്പെടുത്തുക, യുവാക്കളെ കൂടുതലായി കോൺഗ്രസിലേക്ക് ആകർഷിക്കുക, ഈ പറയുന്ന ഗ്രൂപ്പ് തർക്കങ്ങൾ, ഇപ്പം 3 ഗ്രൂപ്പുകളാണ്, KC, RC, VD. പണ്ട് A വിഭാഗവും I വിഭാഗവും ആയിരുന്നെങ്കിൽ ഇപ്പോൾ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല വിഭാഗം, ഈ പറയുന്ന VD സതീശൻ വിഭാഗം 3 ആയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രൂപ്പിസം കൂടുന്തോറും ഇത് പിളർച്ചയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഷാഫി പറമ്പിലാണെങ്കിലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഷാഫി ഗ്രൂപ്പിന് അതീതനാണ്. അദ്ദേഹം ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ശിഷ്യനായിട്ടോ പെട്ടി തൂക്കുകാരനായിട്ടോ അറിയപ്പെട്ടിട്ടില്ല. VD-യുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിന് ശേഷം ആ ബന്ധമില്ല, വലിയ അകൽച്ച ഉണ്ടായി എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഈ ഷാഫി പറമ്പിൽ കൃത്യമായ പ്രവർത്തന പാരമ്പര്യമുള്ള, അടി കൊണ്ടും ജയിലിൽ കിടന്നും അദ്ദേഹം MP ആയിരിക്കുമ്പോൾ പോലും മൂക്കടിച്ച് പൊട്ടിച്ചത് ഈ അടുത്ത കാലത്താണ് പോലീസുകാർ. അപ്പോൾ അങ്ങനെയുള്ള സമരവേദികളിൽ തീക്ഷ്ണമായ ഇടപെടലുകളും ഒരു യൗവനത്തിൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ യുവാക്കളുടെ രാഷ്ട്രീയം സംസാരിച്ചും അങ്ങനെ എല്ലാ തരത്തിലും പാർലമെന്റിലായാലും തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തിയും ശക്തമായ സംഘപരിവാർ വിരുദ്ധ നിലപാടെടുത്തും ഒക്കെ കയ്യടി നേടിയിട്ടുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരാൾ, ഒരു പോരാട്ട വീര്യമുള്ള ഒരാൾ തന്നെ അവിടെ വരണം. അപ്പോൾ K. സുധാകരൻ ശരിയാണ്, അദ്ദേഹം ശക്തനായ കരുത്തനായ നേതാവാണ്, ഒരു സംശയമില്ല ഇത്. പക്ഷെ അദ്ദേഹത്തിന് പ്രായാധിക്യം എന്ന പ്രശ്നമുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളും അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ എന്ന് മാത്രമല്ല, പലപ്പോഴും മാധ്യമങ്ങളുടെ ഈ ഒരു ചില ട്വിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ കുത്തിത്തിരിപ്പുകൾക്ക് അറിയാതെ സുധാകരൻ തലവെച്ചു കൊടുക്കാറുണ്ട്. ഈ അടുത്ത് കുറേ സംഭവിച്ചിട്ടുണ്ട്. അതും വളരെ എടുത്തു പറഞ്ഞൊരു കാര്യം തന്നെയാണ്. ഷാഫി പറമ്പിലാണ് എന്നിൽ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയുന്ന ഒരു വ്യക്തിയാണ്. എങ്ങനെ ചോദ്യങ്ങളെ എന്താണെന്നും അതിനനുസരിച്ച് മറുപടി പറയാനും
കഴിവുള്ള ഒരു വ്യക്തിയാണ് ഷാഫി പറമ്പിൽ. അത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ നേതാക്കളുടെ കാര്യം എടുക്കുക, എല്ലാ നേതാക്കളെയും ഷാഫി പറമ്പിലിനെതിരെ ഏതെങ്കിലും ഒരു നേതാവ് പൊട്ടിത്തെറിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു വേദിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഷാഫി പറമ്പിലിന് നേരെ ഉണ്ടായതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഷാഫി പറമ്പിലിനെ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിൽ നിന്നൊരു വിമർശനം ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിലാണ്. പക്ഷെ അതിൽ ഷാഫി പറമ്പിലിനെ കുരുക്കാനുള്ള, അല്ലെങ്കിൽ ഷാഫി പറമ്പിലും അതിൻ്റെ ഭാഗമാണെന്ന് തെളിയിക്കാനുള്ള ഒരു തെളിവും ഇന്നേ വരെ കേരളത്തിൽ ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഇരവാദം അല്ലെങ്കിൽ ഒരു ഇരയാക്കപ്പെട്ടയാളാണ്, അനാവശ്യമായ കടന്നാക്രമണം ഏറ്റുവാങ്ങിയ ഒരാളാണ് ഷാഫി എന്നുള്ളൊരു പൊതുവികാരം ജനങ്ങൾക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷാഫി പറമ്പിലിൻ്റെ സാധ്യതകൾ നോക്കണം. അദ്ദേഹം ആവുകയാണെങ്കിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പോൾ MP എന്നുള്ളൊരു പദവി അതിനൊരു തടസ്സമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം MP മാരായിരുന്ന സമയത്ത് കോൺഗ്രസ് അധ്യക്ഷന്മാരായിട്ടുള്ള നേതാക്കൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈ പറയുന്ന പോലെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട്, അതായത് ഈ 5 വർഷക്കാലം കോൺഗ്രസിൻ്റെ ഏറ്റവും പരീക്ഷണ കാലഘട്ടമാണ്. അധികാരം കിട്ടി എന്നുള്ളത് കൊണ്ട് കേരളത്തിൽ കോൺഗ്രസ് അങ്ങ് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. കോൺഗ്രസ്സാണ് പാർട്ടി. ഏത് നിമിഷവും ഇപ്പം തന്നെ പല വിധത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മദ്യ വിഷയത്തിൽ എക്സൈസ് മന്ത്രി ലിജു പറയുന്നു, ഞാൻ അറിഞ്ഞിട്ടില്ല VD പറഞ്ഞത് എന്ന് പറയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിയമ്പുകൾ വരുന്നു. VM സുധീരൻ, ഇത്രയും കാലം കാണാതിരുന്ന ഒരു നേതാവ് സുപ്രഭാതത്തിൽ നേരെ സതീശനെ കുരുക്കിയിട്ട് കത്തയക്കുന്നു. പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള പല അടികളും ഇടികളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവരുടെ നിലനിൽപ്പ് ആദ്യം ഉറപ്പിക്കുക എന്നുള്ളതാണ്, അല്ലേ? തീർച്ചയായിട്ടും ഒരു വ്യക്തിക്ക് പ്രാധാന്യം നൽകാതെ സംഘടനയ്ക്ക് പ്രാധാന്യം നൽകുക എന്നൊരു രീതിയിലേക്ക് കോൺഗ്രസ് മാറേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു വ്യക്തിക്ക് പ്രാധാന്യം നൽകിയാൽ പോലും അത് സംഘടനയെ വളർത്തുന്ന പിന്തുണയായിരിക്കും. ഇപ്പൊ ശശി തരൂർ എന്ന് പറയുന്ന ഒരു നേതാവ് എത്ര കാലമായി കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള നേതാക്കളെ വളർത്തി എടുത്താൽ മാത്രം പോരാ, അവരെ നിയന്ത്രിക്കാനുള്ള ഒരു കരുത്തുള്ള ഒരു സംഘടനാ സംവിധാനം വേണം. അങ്ങനെ ഒരു സംഘടനാ സംവിധാനം ഉണ്ടെങ്കിൽ ശശി തരൂർ ഇങ്ങനെ ഇടപെടില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം ശശി തരൂർ കശ്മീരിൽ പോയിട്ട് അവിടെ ലഫ്റ്റനന്റ് ഗവർണറെ കണ്ടതിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇവിടെ എല്ലാം ഗംഭീരമാണ്, BJP സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം കശ്മീർ സുന്ദരമായിരിക്കും എന്നാണ് പറയുന്നത്. മറുവശത്ത് കോൺഗ്രസിന്റെ കശ്മീർ ഘടകവും അവിടുത്തെ ഭരണപക്ഷവും കശ്മീരിന് സ്വതന്ത്ര പദവി വീണ്ടും നൽകണമെന്ന് പറഞ്ഞ് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ശശി തരൂർ കശ്മീരിൽ പോയിട്ട് ഗംഭീരമാണ് ഇവിടെ എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, ശശി തരൂർ അവിടുത്തെ ഒരൊറ്റ കോൺഗ്രസ് നേതാക്കളെ കണ്ടതുമില്ല, കോൺഗ്രസ് ഓഫീസിൽ പോയതുമില്ല. നേരെ പോകുന്നു, ഗവർണറെ കാണുന്നു, ഈ പ്രസ്താവന നടത്തുന്നു, തിരിച്ചു പോരുന്നു. അപ്പോൾ അങ്ങനെ അപകടകരമായ പ്രവണതകൾ കാണിക്കുന്ന പല നേതാക്കളും ഇപ്പോഴും കോൺഗ്രസിലുണ്ട്. ഇവരെ നിലയ്ക്ക് നിർത്തണമെങ്കിൽ സംഘടനാ സംവിധാനം ശക്തമാകണം. അതിന് പേടിച്ച് വിറപ്പിച്ച് അടിച്ചിരുത്തുന്ന നേതാക്കൾ വേണ്ട, ഇവരുമായി സൗഹൃദത്തിൽ പോകുന്ന നേതാക്കളായാലും മതി. അവിടെയാണ് ഷാഫി പറമ്പിലിനുള്ള ഒരു വലിയ മൈലേജ്. ഷാഫി എല്ലാവരെയും കയ്യിലെടുക്കുന്ന ആളാണ്. അദ്ദേഹം വോട്ടർമാരെ മാത്രമല്ല, പാർട്ടിയിലാണെങ്കിൽ പോലും ശത്രുക്കൾ കുറവാണ്, വളരെ കുറവ് ശത്രുക്കളുള്ള ഒരാളാണ്. ഇപ്പോൾ പല കഥകളും കേൾക്കും. ഷാഫി പറമ്പിൽ പലരെയും വെട്ടി, പലരെയും അടിച്ചു പരത്തി, അങ്ങനെ പലരെയും വെട്ടി കയറി വന്ന ആളാണെന്നൊക്കെ കഥകളുണ്ട്. അതെല്ലാവർക്കും എതിരെ പറയാം. പക്ഷേ അങ്ങനെയൊക്കെ കഥകൾ വരുമ്പോഴും ഷാഫി പറമ്പിലിൻ്റെ ഗ്രൗണ്ട് സപ്പോർട്ട് വളരെ കൂടുതലാണ്. ശരിക്കും അങ്ങനെ ഒരു ക്രൗഡ് പുളർ ആയിട്ടുള്ള നേതാവാണ് വേണ്ടത്. എവിടെ ചെന്നാലും അത് രാഷ്ട്രീയ എതിരാളികളെ വിറപ്പിച്ച് നിർത്തുന്ന, CPM-നെതിരായാലും സംഘപരിവാറിനെതിരായാലും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന, എന്നാൽ വിഷയങ്ങൾ വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ പാർട്ടി പ്രതിരോധത്തിലാവുമ്പോൾ അതിനെ ടാക്റ്റിക്കലായിട്ട് അതിജീവിക്കാൻ കഴിയുന്ന, മാധ്യമങ്ങളെ പോലും തന്ത്രപരമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന, എല്ലാ ഘടകകക്ഷി നേതാക്കളെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന, എല്ലാവരുമായും നല്ലൊരു സൗഹൃദവും ഊഷ്മളമായ ബന്ധവും സൂക്ഷിക്കുന്ന, ഒരു തരത്തിലും പാർട്ടിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാത്ത, പാർട്ടിക്കെതിരെ സംസാരിക്കാത്ത ഒരു നേതാവെന്ന നിലയിൽ നോക്കുമ്പോൾ ഷാഫി പറമ്പിലിനെ തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ യുവാക്കളായിട്ടുള്ള ഒരുപാട് പേര് MLA-മാരായിട്ടും അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പദവികളിലൊക്കെ ഇരിക്കുന്ന ഒരു സമയമാണ്. പുതുമുഖങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചും ഒരു മാറ്റം വേണം. ഷാഫി പറമ്പിലിനെ KPCC അധ്യക്ഷനാക്കണം എന്ന നിലയിലേക്കുള്ള ചർച്ചകൾ കാര്യമായിട്ട് വരുന്നുണ്ട്. ഷാഫി തന്നെ ആകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.